സോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കൊള്ളായിരുന്നല്ലേ എഫക്റ്റ്? അപ്പോ നമ്മൾ എന്താ പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാനുള്ളത് ബാംഗ്ലൂരിലാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ. അപ്പം ഇവിടുത്തെ ഒരു അതിൻ്റെ ഇടയില് ബാങ്കും വിളിച്ചു. അത് പറഞ്ഞു. അപ്പോ ഞാൻ എന്താ പറഞ്ഞു തന്നെ, ഞാനിപ്പോ ഉള്ളത് ബാംഗ്ലൂരാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ബാംഗ്ലൂർ ഇങ്ങനെ ഈ ടെറസിന്റെ മേളിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വല്ലയിടത്തേക്കൊക്കെ നോക്കി നിൽക്കുന്നതാണ് മനസ്സിലാവുന്നത്. ഈ സിനിമകളിലൊക്കെ എന്തുകൊണ്ടാണ് ഈ ബാംഗ്ലൂരിന്റെ ടെറസ് ഒക്കെ കാണിച്ച് കുറച്ച് ഫോക്കസ് ചെയ്ത്, അതായത് ബേസിക്കലി ഈ ബാംഗ്ലൂർ കാണിക്കുന്ന സിനിമകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒക്കെ ഒരു ബാംഗ്ലൂർ ടെറസിന്റെ മേളിലെ സീൻ ഉണ്ടാവും. അപ്പോ ഈ ബാംഗ്ലൂർ ടെറസിന്റെ മേളിൽ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ആ എഴുതിയ ഡയറക്ടറോ അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്ററോ ആരോ അപ്പൊ അവരെന്തായാലും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ലൈഫിൽ. ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയോ. ഇപ്പൊ അതൊക്കെ പറയുകയാണെങ്കിൽ ചെന്നൈ തന്നെ. ചെന്നൈയിലാണെങ്കിലും ഇതേപോലെ ഏതെങ്കിലും ഒരു ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിന്റെ മേളിലോ ഇങ്ങനെ പോയി നിന്നിട്ട് ആലോചിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ ഇനി എന്ത് എന്നും പറഞ്ഞിട്ട്. ഞാനങ്ങനെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലിറ്ററലി പണിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ എന്താ പറയാ തെക്കോടൊക്കെ നടക്കുക, റാപ്പിഡോ ഓടുക, ടൊമാറ്റോ പോവുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ എന്റെ മെയിൻ ഹോബീസ്. പറഞ്ഞു വരുന്നത്, ഇപ്പൊ ബാംഗ്ലൂർ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ചിലപ്പോ ഇത്രയും ഓപ്ഷൻസ് വന്നത്. ചിലപ്പോ ഒരുപക്ഷെ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടി എന്ന് വരുന്നില്ല. കാരണം നാട്ടിൽ നമുക്ക് ഇതേപോലെ പോയി നടക്കാൻ എനിക്ക് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ ജോലി കളഞ്ഞ കാര്യം പോലും വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ബേസിക്കലി നമുക്ക് വർക്ക് എന്തിനാ വേണ്ടത്? നമുക്ക് നമ്മുടെ എന്താ പറയാ നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരിക്കും വർക്ക് വേണ്ടത്. പക്ഷെ നമ്മള് വർക്ക് മാത്രം എന്നും പറഞ്ഞു പോയിട്ടും കാര്യമില്ലല്ലോ. നമുക്ക് ആ വർക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ. ബെനിഫിറ്റ് ഇൻ ദ സെൻസ് പൈസ മാത്രമല്ല കേട്ടോ. പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കുറച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ പറയാ ഭയങ്കര അടിപൊളി വർക്ക് പ്ലേസ് ആവണം എന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഒരു ബേസിക് എക്സ്പെക്ടേഷൻസ് മാത്രം മീറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്ക് പ്ലേസ് ആണ് ഞാൻ എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ വർക്ക് പ്ലേസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ടോക്സിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇല്ലല്ലോ. ഈ ചില കമ്പനികളുടെ വിചാരം അവർ ഈ 2 വർഷത്തെയും 3 വർഷത്തെയും അല്ലെങ്കിൽ 1 വർഷത്തെയൊക്കെ ബോണ്ട് വെച്ച ഈ എംപ്ലോയീസിന്റെ അട്രീഷൻ കുറക്കാൻ പറ്റും എന്നൊക്കെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനെ ബോണ്ട് വെക്കും. പക്ഷെ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് അട്രീഷൻ കുറഞ്ഞാലും ഇല്ലെങ്കിലും ഈ വർഷം ഇത്രയും നാൾ ഇവിടെ നിൽക്കുന്ന എംപ്ലോയീസ്, പക്ഷെ എന്റെ കമ്പനിയിൽ എനിക്ക് എന്താ മനസ്സിലായെന്നറിയോ, അവര് ബോണ്ട് വെച്ചിട്ട് എംപ്ലോയീസിന് സാലറി കൂടുതൽ കൊടുക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം അവർക്ക് ഇൻക്രിമെന്റ് കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് പുറത്തൊരു കമ്പനി പോയി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. കാരണം അവരുടെ സാലറി എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാലറിയും കുറവായിരുന്നു. അവരെന്നെ ഒരു എന്താ പറയാ താൽക്കാലിക ടെമ്പററി ലാൻഡിംഗ് പോയിന്റ് ആയിട്ടായിരുന്നു എന്നെ കണ്ടിരുന്നത്. അവർ ഓൾറെഡി അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഒരു ഷോപ്പിലേക്കായിരുന്നു എന്നെ മാനേജറായിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞ് അവര് വേറൊരു ഹോസ്പിറ്റൽ അക്വയർ ചെയ്തു. ആ ഹോസ്പിറ്റൽ അക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്ത് പറ്റി, ആ ഹോസ്പിറ്റൽ അക്വയർ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ അടക്കമാണല്ലോ അവർ അക്വയർ ചെയ്യുന്നത്. അപ്പൊ അക്വയർ ചെയ്ത കൂട്ടത്തിൽ അവിടുത്തെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിനെ നൈസായിട്ട് ഹോസ്പിറ്റൽ മാനേജർ എന്നും പറഞ്ഞിട്ട് എന്റെ കൂട്ടത്തിലിട്ടു ആദ്യത്തെ കുറച്ചാള്. അതായത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കണം എന്നില്ലല്ലോ. അപ്പോ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് അവിടെയുള്ള എല്ലാ പണികളും ചെയ്ത് തീർപ്പിച്ച് മാനുവൽ ബിൽസ് ക്ലിയർ ചെയ്യുക, എന്താ പറയാ സിസ്റ്റത്തിൽ ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുക, അതേപോലെ കമ്പനിയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയായിരുന്നു എന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ലാസ്റ്റ് ഒരു 3 മാസമായി പഴയ എന്റെ ഷോപ്പ് അടച്ചിട്ട് പുതിയ മൈഗ്രേഷൻ കഴിഞ്ഞിട്ട് പുതിയ ഷോപ്പാണല്ലോ ഓപ്പൺ ചെയ്തത്. പഴയ ഷോപ്പും ക്ലോസ് ചെയ്ത് അവരുടെ പഴയ ഹോസ്പിറ്റലും ക്ലോസ് ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾക്ക് പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡിന്റെ പേരൊന്നും അങ്ങനെ പറയാനായിട്ട് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ബ്രാൻഡിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രാൻഡിനെ കുറച്ച് കാണിക്കുന്നു പറ്റും. അപ്പൊ അവരുടെ പുതിയ മാനേജറെ ട്രെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ എന്നെ കൊണ്ട് ചെയ്യിച്ചത്.
അതിന്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ തരുന്ന ബൂസ്റ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോ വലിയ സാധനമാണെന്ന്. ബേസിക്കലി എനിക്ക് എന്താ പറയാ, ഇവിടെ ജോയിൻ ചെയ്ത ആ സമയം മുതൽ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു, ഇവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും കാണിക്കുക പോകുന്നത് എന്ന്. കാരണം ഇവിടെയുള്ള ബാക്കിയുള്ള മാനേജേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരെനിക്ക് തന്ന സാലറി എന്ന് പറയുന്നത് അതിന്റെ നേർ പകുതിയായിരുന്നു. അതായത് ഇവരിവിടെ ബോണ്ടൊക്കെ ഒപ്പിട്ട് ഇവിടെ കുറെ നാളായിട്ട് നിൽക്കുന്ന മാനേജേഴ്സിന് കൊടുത്തിട്ടിരുന്ന സാലറിയുടെ പകുതി സാലറി ആയിരുന്നു എനിക്ക് തന്നിട്ടിരുന്നത്. അപ്പോ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ പറയാ, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പുതിയതാണ്, ചിലപ്പം അതുകൊണ്ടായിരിക്കും ഞാനൊരു പർട്ടിക്കുലർ, അതായത് ഞാൻ ഇത്രയും നാൾ റീറ്റെയിലിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷെ റീറ്റെയിലിൽ തന്നെ ഇതെന്റെ ഒരു എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഫീൽഡായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അതായത് ഹോസ്പിറ്റാലിറ്റിയും കൂടി വരുന്നത്. പക്ഷെ ഇതില് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അത്ര ഹോസ്പിറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല. ഇവരെ അക്വയർ ചെയ്തതിന് ശേഷമാണ് ഹോസ്പിറ്റാലിറ്റി ഇത്ര മെയിൻ ആയത്. അപ്പോ ഹോസ്പിറ്റാലിറ്റിയും കൂടി ഉള്ളൊരു എന്താ പറയാ, ഹോസ്പിറ്റാലിറ്റിയും കൂടി ഉള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല എക്സ്പോഷർ കിട്ടും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ, നല്ല ഹോപ്പിലാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ സാലറി വലിയ കുഴപ്പമില്ലാത്ത സാലറി ആണെന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പണിയെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എനിക്കിവിടെ ഇവർ തന്നോണ്ടിരിക്കുന്ന ഇവരുടെ സെയിൽസ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിയാണ് എനിക്കിവിടെ സ്റ്റോർ മാനേജർ എന്നും പറഞ്ഞിട്ട് എനിക്ക് തന്നോണ്ടിരുന്നത്. അപ്പം എനിക്ക് അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കമ്പയറിങ് ടു കേരള, ബാംഗ്ലൂരിന്റെ പേ സ്കെയില് നല്ല വ്യത്യാസമുണ്ട്. കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇപ്പൊ കിട്ടുന്ന സാലറി പോലും കിട്ടില്ലായിരുന്നു. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കേരളത്തിലെ പേ സ്കെയിലും, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റോർ മാനേജേഴ്സിനോടെല്ലാം എന്താ പറയാ ഒരു സഹതാപമുണ്ട്. കാരണം എന്റെ കൊളീഗ്സ് ആയിട്ടുള്ള സ്റ്റോർ മാനേജേഴ്സിനോട് കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ്, അതായത് കേരള റീറ്റെയിൽ ജോബ്സ് ഗ്രൂപ്പാണ്. അപ്പം അവരതിൽ വരുന്ന ഓപ്പണിങ്സ് ഇടുന്നതാണ്. അപ്പൊ അതിലവര് ഓപ്പണിങ്സിന് ഒരു റിക്വയർമെന്റ് ചോദിച്ചിരുന്നത്, റിക്വയർമെന്റ് പറഞ്ഞ് ഇട്ടേച്ചിരുന്ന ഒരു പോസ്റ്റാണ് കോമഡി. അതായത് 18,000 രൂപ സ്റ്റോർ മാനേജറിന്റെ സാലറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കാൻ മാനേജർമാര് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, വെറുതെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ കുത്തിയിരുന്നാ പോരെ എന്നുള്ളതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാനേജർ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാള് വർക്ക് ചെയ്തതിൽ എനിക്ക് മനസ്സിലായത് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുത്തിയിരിക്കുന്ന ആള് മാത്രമല്ല. മാനേജർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോറിന്റെ സെയിൽ അപ്പ് ചെയ്യാനും പറ്റും, ഒരു സ്റ്റോറിന്റെ സെയിൽ ഡൗൺ ചെയ്യാനും പറ്റും. മാനേജറുടെ കയ്യിൽ കുറെ കുറെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം മിനിമം ഒരു മാനേജർ എന്നുള്ള നിലയിൽ. ഇപ്പൊ ഞാൻ കാണുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് സ്റ്റാഫിനെയൊക്കെ പിടിച്ച് മാനേജർ ആക്കുന്ന സിനാരിയോസ് ആണ്. അതായത് ഇവർ റിക്വയർമെന്റ് ചോദിക്കുന്നത് 18,000 സാലറി തരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഒരു 2 വർഷം റീറ്റെയിൽ എക്സ്പീരിയൻസ് മതി എന്നൊക്കെയാണ് അവര് ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോ ചിലപ്പോ ആ റിക്വയർമെന്റ് അങ്ങനെ പറയുന്നോണ്ടായിരിക്കും ചിലപ്പോ അവരാ ഒരു സാലറിയും അങ്ങനെ തന്നെ പറയുന്നത്. ചിലപ്പോ അതായിരിക്കും കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ 18,000 രൂപയ്ക്കും 19,000 രൂപയ്ക്കും ഒക്കെ സ്റ്റോർ മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോട്ടറിയാണ്. അവർക്ക് എന്താ അത്രയും എക്സ്പെൻസ് കുറച്ച് കാണിക്കാം, പിന്നെന്താ പിന്നെ അവർക്ക് അത്രയും പ്രോഫിറ്റബിലിറ്റി കൂട്ടി കാണിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 18,000 രൂപയ്ക്കും 19,000 രൂപയ്ക്കും മാനേജർ എന്നും പറഞ്ഞ് അതായത് മാനേജർ എന്നും പറഞ്ഞ് ജോലി എടുക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ഒരു സീനിയർ സെയിൽസ് സ്റ്റാഫിന് കിട്ടുന്ന സാലറി പോലും ആയില്ല അത്. അപ്പോ നിങ്ങൾ ഈ പൊസിഷൻ മാത്രം നോക്കി ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ചാടി കളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളാണ്, നിങ്ങളീ പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ എനിക്കത് മനസ്സിലാവാനായിട്ട് കുറെ നാളെടുത്തതേ ഉള്ളൂ. അതായത് പൊസിഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ സാലറിയും കൂടി മാറ്റർ ചെയ്യും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോ കുറെ വൈകിപ്പോയായിരുന്നു. അപ്പം അങ്ങനെ വൈകിപ്പോയത് കൊണ്ടാണ് ഞാൻ പിന്നെ ആണെങ്കിലും ഞാൻ എന്താ പറയാ, ഞാൻ ഒരു സ്റ്റോർ ലീഡ് അല്ലെങ്കിൽ സ്റ്റോർ ഇൻചാർജ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 2018 18 നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക്. അതായത് 2017 ഞാൻ എന്റെ ഫസ്റ്റ് ജോബിന് കയറുന്നു. അവിടുന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സ്റ്റോർ മാനേജർക്ക് ഏരിയ മാനേജറായിട്ട് വേറൊരു ബ്രാൻഡിൽ കിട്ടി. ഞാൻ അങ്ങനെ പുള്ളിയുടെ കൂടെ തന്നെ മറ്റേ ബ്രാൻഡിലേക്ക് പോകുന്നു. ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും 2018 ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും ഏപ്രിൽ മുതൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ എങ്ങാണ്ടൊക്കെയാണ് എന്റെ കൂടെ വേറൊരു സ്റ്റോർ മാനേജർ. അതായത് ആ ബ്രാൻഡിൽ ആരെയും എന്നോട് പറഞ്ഞിരുന്നത്, ആ ബ്രാൻഡിൽ ആരെയും അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ ആയിട്ട് ഡയറക്റ്റ് ഹയർ ചെയ്യില്ല,
സെയിൽസ് സ്റ്റാഫായിട്ട് അവിടെ നിന്ന് തന്നെ പ്രൊമോഷൻ കിട്ടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളതാണ് എന്നോട് പറഞ്ഞത്. ഞാനും ഓക്കെ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞിട്ടാണ് ഞാനും ഓക്കെ പറഞ്ഞ് ജോയിൻ ചെയ്തത്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഞാൻ പറഞ്ഞില്ലേ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 4 മാസം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഈ പറഞ്ഞ എൻ്റെ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജറായിട്ട് ഉണ്ടായിരുന്ന പുള്ളി, അത് അവിടെ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ ഉള്ളു, സ്റ്റോർ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് CSA എന്നായിരുന്നു, കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്, അങ്ങനെ എന്തോ ഇതായിരുന്നു. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിനെ വേറൊരു സ്റ്റോറിലേക്ക് തട്ടി. ബേസിക്കലി എന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണ്ട് ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആയത് പുതിയ ബ്രാൻഡുകൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ഏരിയ മാനേജർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പഴയ ഒരു ഏരിയ മാനേജർ റീപ്ലേസ് ചെയ്ത് ഒരു പുതിയ ഏരിയ മാനേജർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബ്രാൻഡ് പുതിയതായിട്ട് ഒരു ഏരിയ മാനേജർ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ മാനേജർക്ക് അവരെ കൊടുക്കുന്ന ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പഴയ ടീമിനെ പിരിച്ചുവിടുക, പുതിയ ടീമിനെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടീമിനെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അവരുടെ പെർഫോമൻസ് ഇഷ്യൂ ഒക്കെ കാണിച്ചിട്ട് അവരെ പറഞ്ഞുവിടുക. അല്ലെങ്കിൽ അതിലുള്ള നല്ല പെർഫോമൻസിനെ മാത്രം കീപ്പ് ചെയ്തിട്ട് വീക്ക് പെർഫോമൻസിനൊക്കെ പറഞ്ഞുവിടുക. ഇതാണ് ഞാൻ കണ്ടേക്കുന്ന ഒരു 80% ഏരിയ മാനേജേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുതിയ ഏരിയ മാനേജേഴ്സ് വരുമ്പോൾ. അതായത് പെർഫോമൻസിനെ മാത്രം കീപ്പ് ചെയ്തിട്ട് നോൺ പെർഫോമൻസിനെ പുറത്താക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. പെർഫോമർ എന്തുകൊണ്ടാണ് പെർഫോമർ ആയെന്നും എന്തുകൊണ്ടാണ് നോൺ പെർഫോമർ ആയെന്നും കമ്പനിക്ക് അറിയേണ്ട കാര്യമില്ല. കമ്പനി നോക്കുക കമ്പനിക്ക് വരുമാനം ഉണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ അതേപോലെ ഏരിയ മാനേജർ നോക്കുക ഏരിയ മാനേജർക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. ഇപ്പം എന്റെ കാര്യത്തിൽ ഇവിടെ അതായിരുന്നു സംഭവിച്ചത്. ഞാൻ കമ്പനിയിൽ എനിക്കിപ്പോൾ 1-ാം തീയതി സാലറി കിട്ടി. അതായത് ഞാൻ 1-ാം തീയതി തന്നെ റിസൈൻ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് റിസൈൻ ചെയ്യാനൊന്നും അവർ പറഞ്ഞില്ല കമ്പനിയിൽ നിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നൈസായിട്ട് എന്നെ സ്റ്റോർ ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ബേസിക്കലി സ്റ്റോർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റീറ്റെയിലിൽ ഒരു സർവ്വസാധാരണമായ സംഭവമാണ്. നമ്മളെ ഇപ്പോൾ സ്റ്റോർ മാനേജർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റോറിന്റെ ഇടയിലേക്ക് മാപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ പണിയെടുക്കാൻ പറയും. അതായത് നമ്മളവിടെ സ്റ്റോർ മാനേജറായിട്ട് എല്ലാം പണിയെടുക്കാൻ പറയും. എന്നിട്ട് അവിടെ റിസൾട്ട് ഉണ്ടോ എന്ന് അവർ നോക്കും. എന്നിട്ട് നമ്മളെ എന്താ പറയാ പറഞ്ഞിവിടെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ടോപ്പ് പെർഫോമർ ആണെങ്കിലും നമ്മളൊരു ലീസ്റ്റ് പെർഫോമർ ആണെങ്കിലും ഇവർ സെയിം സാധനം തന്നെ ചെയ്യും. ടോപ്പ് പെർഫോമർ ആണെങ്കിൽ നമ്മളെ പെർഫോമൻസ് കുറഞ്ഞ ഏതെങ്കിലും സ്റ്റോറിൽ ഇട്ടിട്ട് ആ സ്റ്റോറിന്റെ റവന്യൂ കൂട്ടാനായിട്ട് അവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇപ്പം നമ്മൾ പെർഫോം ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് നല്ല ലോക്കിലേക്കുള്ള ലൊക്കേഷനിലേക്ക് ഇട്ടിട്ട് നമ്മളെ ടോർച്ചർ ചെയ്തിട്ട് നമ്മൾ അവസാനം നമ്മളായിട്ട് റിസൈൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ആണ് ഇതിലുള്ളൂ. അപ്പം എന്റെ കേസിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഇവരത് ആദ്യം ചെയ്തപ്പോഴത്തേക്കും. പക്ഷെ ഇവർ ചെയ്ത വേറൊരു കാര്യമുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിരുന്നു. അതായത് ഇപ്പോഴല്ല, ഒരു 1.5 മാസത്തിന് മുന്നേ ഇവരൊരു സ്റ്റോർ മാനേജറെ ഹയർ ചെയ്തു. അതായത് എന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ഓഫീസർ സ്റ്റോർ ലീഡർ അല്ലെങ്കിൽ സ്റ്റോർ മാനേജർ എന്നുള്ളതായിരുന്നു. ഇത് കമ്പനിയിൽ ഉള്ള പൊസിഷൻസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ഓഫീസർ, സീനിയർ ഓഫീസർ, എക്സിക്യൂട്ടീവ്, സീനിയർ എക്സിക്യൂട്ടീവ്, ഇത്ര സംഭവമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ സീനിയർ ഓഫീസറാണ്. അപ്പോൾ 2 പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റാണല്ലോ. അതായത് ഓഫീസറും അല്ല ജൂനിയർ ഓഫീസറും അല്ല, സീനിയർ ഓഫീസറാണ്, സ്റ്റോർ ലീഡാണ്. അതും ഓപ്പറേഷൻസിന്റെ അടിയിലാണ് എന്നെ മാപ്പ് ചെയ്ത് വെച്ചത്. ഞാൻ നോക്കുമ്പോൾ എന്റെ സ്റ്റോർ സെയിൽസ് അല്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ ബേസിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചായിരുന്നു ഇന്ന പോലെ എന്താ പറയാ കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഒന്നാമത്തെ ഞാൻ ഈ ഫീൽഡിൽ പുതിയതാണ്. ഇപ്പം ഈ ഫീൽഡിൽ എന്റെ കൂടെ വർക്ക് ചെയ്ത ആരും എന്നോട് ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ എന്റെ കൊളീഗ്സ്, അതായത് എന്റെ കൂടെ വർക്ക് ചെയ്തതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ കൊളീഗ്സ് ആണ്. എന്റെ കൂടെ എന്റെ സെയിം ടീമിൽ വർക്ക് ചെയ്തിരുന്ന ആരും ഇതുവരെ പറയില്ല അയ്യോ സാറിന് അതറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതറിയില്ലായിരുന്നു എന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോ അങ്ങനെ നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ കൊണ്ടാവുന്നതിന്റെ മാക്സിമം രീതിയിൽ ഞാൻ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ
എനിക്ക് ഇന്നവരെ അവരുടെ അടുത്ത് നിന്ന്, അതായത് കമ്പനിയിൽ നിന്ന് എനിക്കൊരു വാർണിംഗ് ലെറ്ററോ ഒരു എന്തെങ്കിലും എന്താ പറയാ ഞാൻ ചെയ്തത് തെറ്റായി അല്ലെങ്കിൽ എന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും കൺവീൻസ്ഡ് ആയിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നൊരു 10, അതായത് എന്റെ ഇപ്പൊ കറന്റ് ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു 10-26 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്റ്റോറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഓക്കെ ശരി, അവിടെ മാൻ പവർ കുറവുള്ളതുകൊണ്ട് എന്റെ അടുത്ത് ഇപ്പൊ എന്റെ ഹോസ്പിറ്റൽ അക്വിസേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അടുത്ത് സ്റ്റാഫ് കൂടുതലായിരുന്നു. ഞാൻ വിചാരിച്ച ആദ്യം സ്റ്റാഫ് കൂടുതലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പറഞ്ഞു വിട്ടത് ഇൻ ദ സെൻസ് അവിടെ സ്റ്റോറിൽ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ സ്റ്റോറിലെ സ്റ്റാഫ് റിസൈൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബേസിലായിരിക്കും എന്നെ തൽക്കാലത്തേക്ക് എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ എന്റെ ഏരിയ മാനേജറെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഈ ഏരിയ മാനേജറുടെ ഒരു പെറ്റായിട്ടുള്ള ഒരു സ്റ്റോർ മാനേജറുടെ സ്റ്റോറിലേക്കായിരുന്നു എന്നെ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആ സ്റ്റോറിന്റെ നിയർ ബൈ വീടുള്ള, അതായത് ഈ എന്നെ ട്രാൻസ്ഫർ ചെയ്ത പർട്ടിക്കുലർ സ്റ്റോറിന്റെ നിയർ ബൈയിൽ വീടുള്ള സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫൊക്കെ എന്റെ സ്റ്റോറിന്റെ നിയർ ബൈ ഉള്ള സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോറിലെ സ്റ്റാഫിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതായത് ഒരു 2 ട്രാൻസ്ഫർ ഇനിഷ്യേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഒന്ന് ആ സ്റ്റാഫിനെ ഈ പറഞ്ഞ പർട്ടിക്കുലർ സ്റ്റോറിലേക്ക് ആക്കുക, എന്നിട്ട് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സ്റ്റാഫ് എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ എന്നെ അപ്പുറത്തെ സ്റ്റോറിലേക്ക്, അടുത്തുള്ള നിയർ ബൈ സ്റ്റോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. പക്ഷെ ഇത് ചെയ്യാതെ അവർ ഡയറക്റ്റ് ആയിട്ട് എന്നെ നേരെ ഈ പറഞ്ഞ സ്റ്റോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ ട്രാൻസ്ഫർ ചെയ്തപ്പോഴും ഞാൻ ഓക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നോർമൽ പ്രൊസീജിയറാണ്. ഞാൻ എന്റെ ഏരിയ മാനേജറെ വിളിച്ച് ചോദിച്ചു, ഓൾറെഡി അവിടെ ഒരു സ്റ്റോർ മാനേജർ ഉണ്ട്, അപ്പൊ എന്റെ റോൾ എന്തായിരിക്കും എന്ന് അവിടെ ചോദിച്ചു. അപ്പോ എന്നോട് പറഞ്ഞു അവിടുത്തെ സെയിൽസ് സ്റ്റാഫാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്, അപ്പൊ നീ അവിടെ സെയിൽസ് സ്റ്റാഫ് ആയിട്ടായിരിക്കും പോവാ എന്ന് ഏരിയ മാനേജർ എന്നോട് പറഞ്ഞു. ഞാനപ്പോ ഏരിയ മാനേജറോട് തർക്കിച്ചു, ഇല്ല ഞാൻ സ്റ്റോർ സെയിൽസ് സ്റ്റാഫ് ആയിട്ടല്ല എന്നെ ഹയർ ചെയ്തേക്കുന്നത്, എന്നെ സ്റ്റോർ മാനേജറായിട്ടാണ് ഹയർ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ബ്രാൻഡ് ഹെഡിനോട് പറഞ്ഞു, ബ്രാൻഡ് ഹെഡുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെന്ന് എന്റെ HR-നോട് പറഞ്ഞു. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ HR-നെ വിളിച്ചപ്പോഴത്തേക്ക് HR പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല, പുള്ളിക്ക് ഏരിയ മാനേജറിന് മാറിപ്പോയതായിരിക്കും, ഞാനിപ്പോ തന്നെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞു. എവിടെ നിന്ന് നമുക്കറിയാലോ, ഇപ്പം HR-ന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പോയിട്ട് മാനേജറിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്ക്ഫയർ ചെയ്തിട്ട് നമുക്ക് തന്നെ വരും. അവര് മാനേജറിനെ ആയിരിക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ മാനേജറിനെ പറ്റി നമ്മൾ കുറ്റം പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും നമ്മുടെ മാനേജറിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്.